പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ CNG വണ്ടീൻ്റെ ടാങ്ക് കാലിബ്രേഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതിൽ 3 വർഷം കൂടുമ്പോഴാണ് നമ്മൾ കാലിബ്രേഷൻ ചെയ്യാണ്ടാവുക. ഈ CNG വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളും, ഓട്ടോറിക്ഷ, ബസ്, ഏത് വാഹനങ്ങൾക്കായാലും ഈ ടാങ്ക് കാലിബ്രേഷൻ ചെയ്യേണ്ടത് 3 വർഷം കൂടുമ്പോൾ. നമ്മൾ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 2.5 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഡേറ്റ് ആവും. കാരണം കമ്പനി നേരത്തെ അത് വാങ്ങി വെക്കുന്നത് കൊണ്ട് അതിൻ്റെ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് കുറച്ച് ബാക്കോട്ടാണ് പോവുക. 3 കൊല്ലം ആവാൻ നേരത്ത് പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടാവും ഡേറ്റ്. അതുപോലെ പമ്പ് ചെന്ന് കഴിച്ചാൽ 3 കൊല്ലം ആയാലേ ഉള്ളൂ. 3 കൊല്ലത്തിന് ഡേറ്റ് ആകുമ്പോൾ അപ്പോൾ അതിൽ ഇന്ധനം അടിച്ച് തരില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പല തിരക്കിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് ഇത് വന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ നേരത്തെ അത് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ വണ്ടി എടുത്ത് വെച്ചാൽ 2.5 വർഷം ആകുമ്പോൾ ഇതിൻ്റെ കാലിബ്രേഷൻ്റെ ഡേറ്റ് ആവും. അപ്പോൾ അത് കാലിബ്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് വൈദ്യരങ്ങാടിയാണ് സംഭവം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലുണ്ട് ഇങ്ങോട്ട് വരുന്ന ഏകദേശം ഒരു വഴി, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഏകദേശം അതിലുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ബജാജ് എക്സ് ആണ്. അതിന് 2 ടാങ്ക് ഉണ്ട്. 2 ടാങ്കിനും 2 പേപ്പർ, ഇതുപോലെ 2 പേപ്പർ ഉണ്ടാവും. ഓരോ ടാങ്കിനും ഓരോ പേപ്പർ. അങ്ങനെ 2 പേപ്പർ ഉണ്ട്. ആ 2 പേപ്പർ എടുത്ത് വരിക. അതേമാതിരി RCൻ്റെ കോപ്പി, RC വേണോ, ഒറിജിനൽ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വന്നാലും അറിയുള്ളൂ എപ്പോഴാണ് ഇതിൻ്റെ തുടങ്ങാമെന്നുള്ള. 8:30 മണിക്കാണ് ഇവിടെ എത്താൻ പറഞ്ഞത്. അപ്പോൾ ഈ 3 പേപ്പർ എടുത്ത് കയ്യിൽ വെക്കുക. ഇതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ബാക്കി നമ്മൾ നോക്കുക ഇവിടുന്ന് എപ്പോഴാണ് കഴിച്ചിലാവുക എന്താണെന്നതിൻ്റെ ഡീറ്റെയിൽ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ CNG വണ്ടി, ഏത് വണ്ടി ആയാലും, ഓട്ടോറിക്ഷ എന്നല്ല, ബസ്സായാലും ലോറി ആയാലും ശരി, ഏത് വാഹനമായാലും ഇതിൻ്റെ ടാങ്ക് 3 കൊല്ലം കൂടുമ്പോൾ കാലിബ്രേഷൻ ചെയ്യാണ്ടാവും. എല്ലാ വാഹനം ഉപയോഗിക്കുന്നവരും, CNG വാഹനം ഉപയോഗിക്കുന്നവർ LPGൻ്റെ ഇത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അത്ര കൂടുതൽ അറിയില്ല. എന്തായാലും ഇതുപോലുള്ള ടാങ്ക് ഉപയോഗിക്കുന്നവരൊക്കെ ഇതുപോലെ കാലിബ്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അവരും കൂടി ശ്രദ്ധപ്പെടുത്തുകയാണ്. ഇതിലിപ്പോൾ ഇതിൻ്റെ ടാങ്കിൻ്റെ ഡേറ്റ് എവിടെയാണ് കൊടുത്തത് കേട്ടോ, 7/9/2021. അതേമാതിരി 5/21 കേട്ടോ, 5/21 ലാസ്റ്റ്. അതിലേക്ക് 3 കൊല്ലം കൂട്ടിയത് 5/24 ആണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത്. ഇതിൻ്റെ അടിയിലാണ് ടാങ്ക് ഉള്ളത്, 2 ടാങ്ക്. ഇപ്പോൾ രാവിലെ 8:30 മണിക്ക് ഇവിടെ എത്തിയപ്പോൾ 2ാമത്തെ വണ്ടിയായിട്ടാണ് എൻ്റെ വണ്ടി. അപ്പോൾ ഫസ്റ്റ് വണ്ടി അവർ അയച്ച്, 2ാമത് എൻ്റെ വണ്ടി അയക്കുകയാണ്. അതിൻ്റെ കവർ അയച്ചെടുക്കുകയാണ്. കവർ അയച്ചപ്പോൾ അതാ 2 സിലിണ്ടർ അതിൻ്റെ ഉള്ളിലായിട്ടാണുള്ളത്. പഴയ ഫസ്റ്റിലിറങ്ങിയ വണ്ടിക്കൊക്കെ ഈ കവർ ഇല്ലായിരുന്നു. അപ്പോൾ സിലിണ്ടർ ഇങ്ങനെ പുറത്തേക്ക് കാണാമായിരുന്നു. പിന്നീട് അത് കമ്പനി BS6 ആക്കിയപ്പോൾ അതിന് കവറൊക്കെ ഇട്ടിട്ടാണ് അവർ വണ്ടി ഇറക്കിയത്. 2 ആൾ കൂടിയിട്ട് അയച്ചെടുക്കുന്നത്. 2 സിലിണ്ടറും അയച്ച് പുറത്തേക്ക് എടുത്ത് ഈ സിലിണ്ടർ ഇവിടുന്ന് അയച്ചെടുത്ത ശേഷം ഒരു 10-30 മീറ്റർ ദൂരത്ത് ഇതാ കുറഞ്ഞ് ഒഴിവായി നിൽക്കുന്ന സ്ഥലം, അവിടെ ഈ ഗ്യാസ് ഒഴിവാക്കുക. പിന്നെ അതിൽ എയർ അടിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് 3ാമതൊരു വണ്ടിയായിട്ട് കോമ്പാക്റ്റാണ് വന്നത്. അപ്പോൾ കോമ്പാക്റ്റ് വന്നപ്പോൾ അതിൻ്റെ ബോഡി ഇറക്കണോ, കാരണം അതിൻ്റെ ഉള്ളിലായിട്ടാണ് സിലിണ്ടർ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ബാക്കിലെ ബോഡി അയച്ച് വെച്ചിട്ടാണ് ഇവർ ഈ സിലിണ്ടർ ഇതൊന്ന് ഊരിയെടുക്കുന്നത്. അപ്പോൾ കോമ്പാക്റ്റിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 മണിക്കായിരുന്നു ഇവർ അയച്ചെടുത്തത്, ഏകദേശം 9:30-10 മണിയാകുമ്പോൾ. പിന്നെ അത് 1 മണി 1:30 ആകുമ്പോഴാണ് ഇത് തിരിച്ച് കൊടുക്കുന്നത്. 2ാമത്തെ വണ്ടി ആയ ഇതിന് 1:30ക്കാണ് ഇത് തിരിച്ച് കൊടുക്കുന്നത്. 2ഉം നല്ല പെയിൻ്റൊക്കെ അടിച്ച് സിലിണ്ടർ നല്ല വൃത്തിയാക്കിയതിന് ശേഷം, ഉറപ്പ് വരുത്തിയതിന് ശേഷം അവർ ഫിറ്റ് ചെയ്യാണ്. 2 ആൾ 2 സൈഡിൽ നിന്നിട്ടാണിത്
കൊടുക്കുന്നത്. ഇതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയോ, നിങ്ങൾ ഈ കാലിബ്രേഷൻ ചെയ്യാൻ വരുമ്പോൾ ഗ്യാസ് കാലിയാക്കിയിട്ട് കൊണ്ടുവരണോ. കാലിയാക്കി കൊണ്ടുവന്നാൽ നമ്മൾ അവിടെ പുറത്ത് അവർ കൊണ്ടുവച്ചിട്ട് ഗ്യാസ് ഒഴിയാനും ഇവർക്ക് വല്ലാതെ സമയം വേണ്ട. മറ്റ് നമ്മളെ ഗ്യാസ് ഒഴിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം പിടിക്കും തോന്നുന്നു. അപ്പം അതുകൊണ്ട് എല്ലാവരും കാലിയാക്കിയിട്ട് വന്നാൽ പെട്ടെന്ന് കുറച്ച് സ്പീഡാവും കാര്യങ്ങൾ. അതുപോലെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളുള്ള ബോർഡ് അത് സൈഡിലുണ്ടാവണേ അതവർ പഴയത് ഒഴിവാക്കിയിട്ട് പുതിയത് അടിക്കുകയാണ്. പമ്പെന്ന് അവർ നോക്കുന്നതാണ് ഈ ഇതിലുള്ള ഡേറ്റാണ് നോക്കുക. അത് നോക്കിയിട്ടാണ് പമ്പെന്ന് ഇത് അടിച്ച് തരിക. ഇടയ്ക്ക് അവർ ചെക്ക് ചെയ്യും നമ്മൾ CNG അടിക്കുന്ന സമയത്ത്. ഇവരെ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകണമെങ്കിൽ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് വേണം നമ്മളിങ്ങോട്ട് വരാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞതിന് ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. 2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. കാരണം 2 സിലിണ്ടറിന് 1 സിലിണ്ടറിന് ഒന്നും ഉണ്ടാവുള്ളൂ. അതുപോലെ ഇവിടെ നമ്മൾ പൈസ എത്രയാണ് അടച്ചത് വെച്ചാൽ 3500 രൂപയാണ് ഇവിടെ നമ്മൾ അടച്ചത്. അപ്പോൾ ഇനി 3 കൊല്ലത്തേക്ക് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് 3 കൊല്ലത്തേക്ക് നമ്മൾ ഇത് റിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. പുതിയ വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ്.